പ്രിയ സഹോദരങ്ങളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്മാനങ്ങൾ കൊടുക്കുവാനും വാങ്ങുവാനും ഏറെ താല്പര്യമുള്ളവരാണ് നാം ഓരോരുത്തരും. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ല സമ്മാനങ്ങൾ നൽകുവാൻ നാം എപ്പോഴും താല്പര്യം കാണിക്കുന്നു. ഇഷ്ടത്തിൻ്റെ തോതനുസരിച്ച് സമ്മാനത്തിൻ്റെ മൂല്യവും ഏറെയും കുറഞ്ഞിരിക്കും. പിതാവായ ദൈവം ഭൂമിക്ക് നൽകിയ സ്നേഹ സമ്മാനമാണ് ഈശോ. കിഴക്ക് നിന്നും 3 ജ്ഞാനികൾ പുൽക്കൂട്ടിൽ യേശുവിനെ കാണാൻ 3 അമൂല്യങ്ങളായ പ്രതീകാത്മകമായ സമ്മാനങ്ങളുമായി എത്തി. സ്വർണം, മീറ, കുന്തുരുക്കം. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. അവർ എന്തിനെത്തി, എങ്ങനെ എത്തി, ആര് പറഞ്ഞിട്ടാണ് എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ ചൈതന്യം അവരെ വഴി നടത്തിയത് കൊണ്ടാണ് പുൽക്കൂട്ടിലേക്ക് വഴിതെറ്റാതെ അവർക്ക് എത്തിച്ചേരുവാനും ശിശുവിനെ കാണുവാനും സാധിച്ചത്. മീറ എന്ന സമ്മാനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. മീറ എന്ന വസ്തുത അധികം കേൾവിയില്ലാത്ത ഒരു വസ്തുതയാണ്. പുരാതന കാലങ്ങളിൽ ധനികരും ഉന്നത കുലജാതരുമായ വ്യക്തികൾ തങ്ങളുടെ ഭവനങ്ങളിൽ മൃതശരീരം പൂശുവാൻ അത് ഉപയോഗിച്ചിരുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ മീറയ്ക്ക് ഇവിടെ എന്താണ് പ്രസക്തി? പുൽക്കൂട്ടിലെത്തിയ ജ്ഞാനികൾ അവിടെ കണ്ടത് ശിശുവിനെ മാത്രമല്ല, സഹനത്തിലൂടെ ഉദയം ചെയ്യുന്ന ഒരു വാഗ്ദാനത്തെയാണ് അവിടെ കണ്ടത്. മീറ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അടയാളമായിട്ടാണ് കരുതപ്പെടുന്നത്. സ്നേഹത്തോടുള്ള സഹനം അല്ലെങ്കിൽ ത്യാഗം രക്ഷ പ്രദാനം ചെയ്യുമെന്ന് ഈശോയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ത്യാഗമാണ് സ്നേഹത്തിൻ്റെ അളവുകോൽ എന്നാണ് വിശുദ്ധ മദർ തെരേസ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, മീറ എന്ന ആ സമ്മാനം ഇന്ന് ഈശോയ്ക്ക് നൽകുവാൻ നാം ഒരുങ്ങുമ്പോൾ സന്തോഷത്തിൻ്റെ 5-ാം രഹസ്യം ധ്യാനപൂർവം ചൊല്ലിക്കൊണ്ട് നമ്മെയും സഹനത്തിലൂടെ നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങളും വേദനകളും